യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ എല്ലാ ദൈവമക്കറിയും ഈ പ്രഭാസമയ ദൈവം ഷെയർ ചെയ്ത ദൈവന്റെ മനസ്സിലേക്ക് തന്ന വാക്യം സങ്കീർത്തനം 91:11. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കണേന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതമാട് കൽപ്പിക്കും. അവൻ അനുഗ്രഹിക്കപ്പെട്ട വാക്യം പ്രഭാത ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ ഒരു വാക്യം വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്നും ഈ ഭൂലോകത്ത് അല്ലെ പലവിധമായ അനർത്ഥങ്ങളും പ്രയാസങ്ങളും എല്ലാം കടന്നു വന്നപ്പോഴും പലവിധമായ പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോഴും നമ്മൾ അതൊക്കെ അതിജീവിച്ച് ഇന്നും നമ്മൾ ജീവനോടെ ആയുസോടെ ആരോഗ്യത്തോടെ നമ്മൾ ഈ ഭൂമുഖത്തുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ കാരണം അല്ലെ അതിന്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആൻസർ എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ ഇന്നും ജീവനോടായിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് കർത്താവ് ഇടപെടുന്ന ഒരു വാക്യമാണ് ഈ സങ്കീർത്തനം 91:11. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കട്ടേന് അവൻ നിന്നെ കുറിച്ച് തന്നെ ദൂതമാണ് കൽപ്പിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിലേക്ക് നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഒത്തിരി ആക്സിഡന്റുകൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, മരണങ്ങൾ അല്ലെ നമ്മളെ കടന്നുപോയി അല്ലെ മരണദൂതർ പലപ്പോഴും നമ്മളെ കടന്നു പോയപ്പോൾ പോലും നമ്മൾ അതിനെല്ലാം അതിജീവിച്ച് നമ്മൾ ഇന്നും നമ്മുടെ ജീവനോടെ ആയിരിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം എന്നാ? നമ്മള് ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷനില്ല. കർത്താവ് നമ്മളെ പറ്റി തന്റെ ദൂതമാട് കൽപ്പിച്ചിട്ടുണ്ട്. എന്റെ മകളെ കാത്തുകൊള്ളണം അല്ലെ എന്റെ മകനെ പ്രൊട്ടക്ട് ചെയ്തുകൊള്ളണം, ഏതൊരവസ്ഥയിലും കൂടെ ഇരിക്കണം എന്നൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കൽപ്പന തന്റെ ദൂതന്മാരുടെ ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നത്. ഈ ഒരു വാക്യം പറയുമ്പോൾ തന്നെ ഞാൻ ഇന്ന് ദൈവമക്കളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 2008 ഗ്രേറ്റർ നോയിഡ, ഡൽഹിയിലെ നോയിഡ എല്ലാവർക്കും അറിയാലല്ലേ, ആ ഗ്രേറ്റർ നോയിഡ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അതിൻ്റെ വേറൊരു അതിർത്തിയായ ഹരിയാന, അതായത് ഗുഡ്ഗാവ്, ആ ഒരു സ്ഥലത്ത് വരെ അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു ആവശ്യം ജീവിതത്തിൽ കടന്നു വന്നു. ആ പോകുന്ന സമയത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ നോയിഡയിൽ തിരിച്ച് ഞാൻ വന്നിറങ്ങിയപ്പോൾ വളരെയധികം ലേറ്റായി. 2008 എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ആദ്യമായിട്ട് ഡൽഹിയിൽ ചെന്ന് ഏകദേശം ഒരു 1 year കഴിഞ്ഞതേ ഉള്ളൂ. എനിക്കധികം അവിടുത്തെ ലാംഗ്വേജോ കാര്യങ്ങളോ ഒന്നും അറിയാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു വന്ന സമയമാണ്. പക്ഷെ എന്നെ കർത്താവ് അവിടെ താങ്ങിയ ഒരു വലിയ കാര്യം അവിടെ സംഭവിക്കാൻ തക്കണിടയായി. കാരണം ഞാനന്ന് വന്ന് ആ ഒരു തിരിച്ച് ഞാൻ ഗുഡ്ഗാവിൽ പോയിട്ട് തിരിച്ച് ഞാൻ ഗ്രേറ്റർ നോയിഡയിൽ വന്ന് ബസ് ഇറങ്ങുമ്പോൾ രാത്രിയായി. ആ സമയത്ത് എനിക്ക് അവിടുത്തെ കാര്യങ്ങളും ഇടങ്ങളും ഒന്നും വലുതായിട്ട് അറിവില്ല. കാരണം അതുപോലൊരു എമർജൻസി ആയിട്ട് പോകേണ്ടി വന്നില്ല. കൂട്ടുകാരെയൊക്കെ നോക്കി പല ആശ്രയങ്ങൾ ചോദിച്ചെങ്കിലും ആർക്കും സഹായിക്കാൻ പറ്റില്ല. കാരണം എമർജൻസി ആയിട്ട് പോകേണ്ട ഒരു ആവശ്യമായതുകൊണ്ട് തിരിച്ച് ഞാൻ ആ ഗ്രേറ്റർ നോയിഡയിൽ വന്നിറങ്ങി. ഇപ്പോൾ രാത്രിയായി. ശരിക്കും ഞാൻ ആ ബസ് ഇറങ്ങിയത് ഞാൻ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ നിന്ന് ഒരു സ്റ്റോപ്പ് മുമ്പിൽ ഇറങ്ങി. കാരണം അന്നത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര അറിവില്ല. അത് കഴിഞ്ഞിട്ട് എന്നെ അവിടെ ഇറക്കി ആ ബസ് അവിടെ നിന്ന് കടന്നുപോയി. ശരിക്കും പറഞ്ഞാൽ വിജനമായ ഇടം, ആ ഒരു വിജനമായ ഇടത്തിൽ ഞാൻ അവിടെ നിൽക്കുക. എനിക്ക് എങ്ങോട്ട് പോകണം എന്നറിയില്ല. കാരണം ഗ്രേറ്റർ നോയിഡയെ പറ്റി അറിയുകയാണെങ്കിൽ നമുക്കറിയാം അവിടുത്തെ റോഡും കാര്യങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും, ഒരു പാർക്ക് പോലെ ഇരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള ഒരു ഇടമാണ് ഈ ഗ്രേറ്റർ നോയിഡ എന്ന് പറയുന്നത്. അപ്പം അവിടെ വലിയ ജനതാമസവും കാര്യങ്ങളും ഒന്നുമില്ല. ചില ഇടങ്ങളിൽ ജനങ്ങൾ താമസിക്കുന്നു, അല്ലെങ്കിൽ ആൾക്കൂട്ടമുണ്ട് എന്നല്ലാതെ, ഷോപ്പുകളുണ്ട് എന്നല്ലാതെ ചിലയിടങ്ങളിൽ നമുക്കൊരു ജനവാസം ഒന്നും ഇല്ലാത്ത സ്ഥലത്താണ്. ആ ഒരു സ്ഥലത്താണ് ഞാൻ പോയി ഇറങ്ങിയത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് 5 മിനിറ്റ് അവിടെ നിന്ന് ആലോചിച്ചു. അതിനുശേഷം 2 കൽപ്പിച്ച് എന്തായാലും നിന്നിട്ട് കാര്യമില്ല, കാരണം ബസ് അങ്ങ് പോയി. ഒരു വഴി നോക്കി ആ ഇറങ്ങിയതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കി ഞാനങ്ങ് നടന്നു. കാരണം പല വഴികളും പല രീതിയിൽ പിരിയുന്നുണ്ട്. അങ്ങനെ കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു സൈക്കിളുകാരന്, നമുക്കറിയാം ഡൽഹിയിലൊക്കെ ഈ റിക്ഷക്കാരുണ്ടല്ലോ, 3 വീലുള്ള സൈക്കിളുകൾ ഓടിക്കുന്നത്. പക്ഷെ ഇത് റിക്ഷയല്ല, ഇത് ആളിനെ കൊണ്ടുപോകുന്ന റിക്ഷയല്ല, മീൻസ് അങ്ങനത്തെ സൈക്കിളല്ല, ലോഡ് കയറ്റി പോകുന്നൊരു സൈക്കിളാണ്. അപ്പൊ ഒരു ഹിന്ദിക്കാരനായാല് എന്റെ ഫ്രണ്ടിലേക്ക് വന്നത് ആ ഒരു സൈക്കിൾ ചവിട്ടി. അപ്പൊ എനിക്കൊരു ആശ്വാസമായി. ഓക്കെ, പുള്ളിക്കാരനടുത്ത് ചോദിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പുള്ളിക്കാരടുത്ത് ഞാൻ ചോദിക്കുക, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ തത്രപ്പെട്ട് പുള്ളിക്കാരനടുത്ത് ചോദിക്കുക, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകണം, എങ്ങനാ വഴി എന്ന് ചോദിച്ചപ്പം അങ്ങനെ എനിക്ക് ഈ റൂട്ട് നേരെ സ്ട്രെയിറ്റ് അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞൊരു വഴി കാണിക്കാൻ നോക്കണേ. പക്ഷെ അത് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ബൈക്കുകാരന്, ഒരു ബുള്ളറ്റുകാരൻ എന്നെ കവർ ചെയ്ത്, ഞങ്ങൾ സംസാരിക്കുന്നതിനെ ഞങ്ങളെ കവർ ചെയ്ത് പോകാൻ തക്കണിടയായി. അപ്പൊ ഞാൻ ഒരു ബുള്ളറ്റ് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കാരണം ഒരു മധ്യവയസ്കരായ ഒരു ജന അത് വണ്ടി ഓടിച്ചിട്ട് പോയത്. പക്ഷെ ഞാൻ അത്ര ഗവനിച്ചില്ല. ഞാനത് താണ്ടി പിന്നെ ആ സൈക്കിളുകാരൻ പറഞ്ഞ റൂട്ടിൽ കൂടി ഞാനങ്ങ് നടക്കാൻ തുടങ്ങി. ഏകദേശം കുറേ സമയം മുന്നോട്ട് ഞാൻ പോയി. എനിക്കറിയാം ഞാൻ ആകെ ലെവല് വിട്ടതുപോലെ, അതായത് ഒരു അന്തമില്ലാത്തതുപോലെ റോഡിലേക്ക് കയറി അങ്ങനെ പോകാൻ തുടങ്ങി. കാരണം ലാസ്റ്റ് ഞാൻ തന്നെ പേടിച്ചു. കർത്താവ് പോകും തോറും ഒരു വല്ലാത്തൊരു അന്ധകാരത്തിലേക്ക് പോവാണല്ലോ. കാരണം 2 സൈഡിലും സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ആ പോകും തോറും വെട്ടം കുറഞ്ഞു വരുന്ന അവസ്ഥ.
അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ദൈവമേ എന്ത് ചെയ്യും, എന്നെ ആര് സഹായിക്കും, ചുറ്റും ആരുമില്ല, ഒന്ന് വഴി ഇത് കറക്റ്റാണോ ചോദിക്കാൻ പോലും ആരുമില്ലല്ലോ എന്ന് ഞാൻ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് നിൽക്കാൻ തക്കണ ഇടയായി. പെട്ടെന്ന് തന്നെ ഒരു വണ്ടി, ഒരു ബുള്ളറ്റിന്റെ സൗണ്ട് ഞാൻ പുറകിൽ കേൾക്കാൻ തക്കണ ഇടയായി. ഞാൻ തിരിഞ്ഞു നോക്കിയത്തേക്കിന് എന്നെ ആ പാസ് ചെയ്ത് പോയ ബുള്ളറ്റുകാരൻ കറക്റ്റ് എൻ്റെ അടുത്തെത്തി എഴുതി ചോദിച്ചു എങ്ങോട്ട് പോവാ. അപ്പം എനിക്ക് പറയാൻ ഒരു മടി, കാരണം നമുക്ക് ആരും ഒന്നും അറിയത്തില്ലല്ലോ, കാരണം എങ്ങനെ വിശ്വസിക്കും രാത്രി സമയം. അങ്ങനെ ആ സമയത്ത് പുള്ളിക്കാരൻ ചോദിച്ചപ്പോൾ ഞാൻ പുള്ളിക്കാരൻ മൊത്തം നോക്കിയപ്പോൾ പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിൽ, ആ ബൈക്കിന്റെ ഫ്രണ്ടിലായിട്ട് ഏകദേശം 2 വയസ്സ് പ്രായം വരുന്നൊരു കുഞ്ഞ്, ഒരു പെൺകുഞ്ഞ് ഒരുപ്പുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നവർ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ആളൊക്കെയാണ്, ഈ ഇരിക്കുന്ന എൻ്റെ കുഞ്ഞാണ്, ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് പറയാം, എവിടെ വേണമെങ്കിൽ ഞാൻ സിസ്റ്ററിനെ കൊണ്ടുവിടാം, പേടിക്കണ്ട. കാരണം സിസ്റ്റർ ആ സൈക്കിളുകാരൻ്റെ അടുത്ത് വഴി ചോദിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ആ സൈക്കിളുകാരൻ പറഞ്ഞ വഴി തെറ്റായിട്ടുള്ള വഴിയാണ്. ഈ വഴിയെ സിസ്റ്റർ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൽ മരണപ്പെട്ട് കിടക്കുന്നതെ കാണുന്നത്. കാരണം ഈ പോകുന്ന ഒരു പക്ക വില്ലേജിലേക്കാണ്, കാരണം അവിടുത്തെ ഏറ്റവും നികൃഷ്ടമായ ആൾക്കാർ കഴിയുന്ന ഒരു പക്ക വില്ലേജിലേക്കാണ് സിസ്റ്റർ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ സ്റ്റോപ്പ് ആയില്ല എങ്കിൽ നാളെ തീർച്ചയായിട്ടും സിസ്റ്റർ ഒരിക്കലും ജീവനോടെ ആരും ഇനി ഭൂമുഖത്ത് കാണത്തില്ല. ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് എന്നെ വിശ്വസിക്കാൻ പറ്റുവാണെങ്കിൽ വിശ്വസിക്കുക. ഞാൻ ആ സമയത്ത് സൈക്കിളുകാരൻ വഴി പറഞ്ഞ സമയത്ത് ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ സിസ്റ്ററിനെ വിശ്വസിച്ചൊന്നും വരില്ല. ഇപ്പം തന്നെ സിസ്റ്റർ മനസ്സിലായി കാണും, ആളും ഒന്നുമില്ലാത്തൊരു സൈഡിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ വിശ്വാസമാണ് എങ്കിൽ ബൈക്കിൽ കയറുകയാണെങ്കിൽ സിസ്റ്റർ പറഞ്ഞിരുന്നിടത്ത് ഞാൻ കൊണ്ടിറക്കാം എന്ന് പറഞ്ഞു. മനസ്സോടെയാണെങ്കിലും എന്തായി തീരുമെന്ന് എനിക്കൊരു വല്ലാത്തൊരു ഉത്കണ്ഠയുണ്ടെങ്കിൽ പോലും ഞാൻ ധൈര്യപ്പെട്ട് ആ ഒരു ബൈക്കാരൻ്റെ പുറയിൽ കയറുന്നതിനിടെ, കാരണം ആ വ്യക്തിയുടെ കുഞ്ഞും ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, ഒരു പെൺകുഞ്ഞ്. കറക്റ്റ് എനിക്ക് ഏത് ഹോസ്പിറ്റലിൽ ചെന്നിറങ്ങണം, എൻ്റെ ഏത് കറക്റ്റ് വഴിയോ അവിടെ തന്നെ ആ പുള്ളിക്കാരൻ കൊണ്ട് അതിനെ ഡ്രോപ്പ് ചെയ്യാൻ തൊക്കണം ഇടയായി തീർന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇറങ്ങി താങ്ക്സ് പറഞ്ഞ് ആ ബൈക്കാരൻ എന്നെ വിട്ടങ്ങ് പോവുകയും ചെയ്തു. പിന്നെ ലൈഫിൽ ഞാൻ ഇന്ന് വരെ ആ ഒരു ബൈക്കുകാരനോ ആ കുഞ്ഞിനോ ആ ഒരു ബൈക്കോ ഞാൻ കണ്ടിട്ടില്ല. കാരണം എനിക്ക് മനസ്സിലായി കർത്താവ് എനിക്ക് വേണ്ടി ഒരു ദൂതനെ അയച്ചതാ. ഇല്ലാത്ത പക്ഷം ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയേനെ. കാരണം ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം, ഒരു ബ്ലെസ്സിങ്, ദൂതന്മാരെ കൽപ്പിച്ചയക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വീണു പോകേണ്ടത്. നമ്മുടെ ആയുസ് നഷ്ടപ്പെടേണ്ടത് പോലും നമ്മൾ ആയുസ് നഷ്ടപ്പെടാതെ ഇന്നും നമ്മൾ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈയുള്ള ദിവസങ്ങളിൽ നമ്മൾ ദൈവസന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് പ്രമാണിച്ച് നടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരത്തില്ലെന്നല്ല, പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും അതിനെല്ലാം കടന്ന് മുന്നോട്ട് പോകാനൊരു കൃപ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മാത്രമുണ്ട്. ദൈവത്തിൽ വിശ്വസിച്ച ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ താഴ്ന്നു കൊടുത്താൽ മാത്രം മതി. ദൂതന്മാരാൽ കർത്താവ് നമ്മളെ ഏത് സമയത്തും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചുമായിരിക്കും. ഈ ഒരു സാക്ഷ്യം എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരാൻ തക്കണം ഇടയാകട്ടെ. ഈ ഒരു വചനം എല്ലാവർക്കും ഒരു ബ്ലെസ്സിംഗ് ആയി തീരാൻ തക്കണം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ ചുരുക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം എല്ലാവർക്കും ബ്ലെസ് ചെയ്തു.